വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ കേരളത്തിലെ ഒരു യുവജന സംഘടന നടത്തിവരുന്ന ഏറ്റവും നന്മയുള്ള ഒരു പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ് വിതരണം ആശുപത്രികളിൽ, ഗവൺമെന്റ് ആശുപത്രികളിൽ. ഇതിനെ മുടക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയതായി എല്ലാവരും പറയുന്നു. പിന്നീട് അദ്ദേഹം യു-ടേൺ അടിച്ചു. ഒരുപക്ഷെ ഈ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ കണ്ണീര് ഭയന്നിട്ടായിരിക്കാമെന്ന് പലരും പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാം യു-ടേണിലേക്ക് കടക്കാനുള്ള കാരണം ഈ ആളുകളുടെ കണ്ണീര് മാത്രമല്ല, വേറെന്തെങ്കിലും ഭയപ്പെട്ടിട്ടാവും. ഒന്ന് കേരളമാകെ മന്ത്രിയുടെയും UDF ഗവൺമെന്റിന്റെയും ഈ തെറ്റായ നിലപാടിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണേണ്ടത് 50,000 മനുഷ്യർക്ക്, 1,00,000 പേർക്കാണ് DYFI പ്രവർത്തകർ ഒരു ദിവസം വീടുകൾ തോറും കയറി ഇറങ്ങി പൊതിച്ചോറ് ശേഖരിച്ച് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി വിവിധ ആശുപത്രികളിൽ വിതരണം ചെയ്തത്. ഇത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുത്തു നടത്തുന്ന സംഘടനയെ പ്രശംസിക്കുക, അതല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുക, മറ്റുള്ള സംഘടനകളെ കൂടി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപരമായ മാതൃകാപരമായ ഇടപെടൽ നടത്തേണ്ട ഒരു ഗവൺമെന്റ് എന്തുകൊണ്ടോ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സങ്കുചിതമായ ചിന്തയുടെ ഭാഗമായിട്ടാകാം ഈ ഗവൺമെന്റ് ഈ പൊതിച്ചോറ് നൽകുന്ന പദ്ധതിയെ തന്നെ എതിർത്തുകൊണ്ട് ഞങ്ങളിതാ ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ പോകുന്നു, ഇനി പൊതിച്ചോറും കാര്യങ്ങളൊന്നും ഇനി സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യാൻ ആരും ഇങ്ങോട്ട് കയറി വരേണ്ടതില്ല, ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് തീർച്ചയായും സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷം പിന്നിടുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഈ കേരളത്തിലെ എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും ജീവകാരുണ്യ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളെയും ഗ്രൂപ്പുകളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് അഭിമുഖീകരിച്ച എല്ലാ പ്രതിസന്ധികളെയും ദുരന്തങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയത്. ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് സഹായകരമാവുന്ന ഉച്ചഭക്ഷണ പദ്ധതി, പൊതിച്ചോറ് പദ്ധതി, ഹൃദയപൂർവ്വം പദ്ധതി അത് വേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. നോക്കൂ, കേരളത്തിൽ 1,00,000 പേർക്ക് ഇങ്ങനെ പൊതിച്ചോറ് നൽകുന്ന ഒരു പദ്ധതി, അതിലേക്ക് വിവിധ സംഘടനകളെ കൈപിടിച്ചുയർത്തി കൊണ്ടുവരിക എന്നതായിരിക്കണം ഒരു ഗവൺമെന്റിന്റെ സമീപനം. ഇപ്പൊ നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സന്നദ്ധ സംഘടനകൾ അവരുടെ യൂണിഫോം ധരിച്ചാണ് അവരവിടെ കാഷ്വാലിറ്റിയിൽ നിന്ന് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി, അവരെ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നതിന്, അതോടൊപ്പം തന്നെ സ്ട്രക്ചറിൽ കയറ്റി ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിക്കുന്നതിനുൾപ്പെടെ സഹായകരമായ നിലപാട് സന്നദ്ധ പ്രവർത്തകർ അവരെ ഏറ്റെടുത്തു വരുന്നുണ്ട്. വിവിധ സംഘടനകളുണ്ട്, 1-2 സംഘടനകളല്ല, വിവിധ സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ എല്ലാം പ്രവർത്തനം ഇനി അവസാനിപ്പിക്കണം എന്നതാണോ ഈ ഗവൺമെന്റിന്റെ നിലപാട്? ഞങ്ങളുടെ ആശുപത്രികളിൽ ഈ നഴ്സുമാരും അറ്റൻഡർമാരും ഉൾപ്പെടെയുള്ളവരുണ്ട്, നിങ്ങളുടെ ഒന്നും സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണോ ഈ ഗവൺമെന്റിന്റെ സമീപനം? എങ്കിൽ അത് തെറ്റായ സമീപനമാണ്. ആ സമീപനം തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാവണം. എല്ലാ വിഭാഗം ആളുകളെയും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂട്ടിയോജിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലാണ്, മുൻകൈയാണ് ഈ ഗവൺമെന്റ് എടുക്കേണ്ടത്. അല്ലാതെ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ, ജനോപകാരപരമായ പദ്ധതികളെ തകർക്കുകയല്ല. ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ മരുന്നും ചികിത്സയും മറ്റനുബന്ധ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക എന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കൂടുതൽ നന്നായി ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ്. വിശേഷിച്ചും പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിച്ച് എത്ര മനുഷ്യരാണ് പനി പിടിച്ച് മരണപ്പെട്ടു പോയത് കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് എന്ന് നമ്മൾ കണ്ടു. പനിമരണങ്ങൾ വീണ്ടും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കടന്നു വരുന്നു എന്നത് ആശങ്കയോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ഈ മന്ത്രി ചെലുത്തേണ്ടത്, ഗവൺമെന്റ് ചെലുത്തേണ്ടത് എന്നതാണ് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. പൊതിച്ചോറ് വിതരണം തടസ്സപ്പെടുത്തുക എന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരുപാട് പേരുടെ കണ്ണീര് കാണേണ്ടി വരും. ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഈ പ്രവർത്തനം ഒരുപാട് ഒരുപക്ഷെ ലോകം മൊത്തം അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ഇത് തടസ്സപ്പെടുത്തുക എന്നത് ചിലപ്പോൾ ഈ രാഷ്ട്രീയം നോക്കിയാണെങ്കിൽ പോലും അതൊരിക്കലും നന്മയല്ല, നല്ലതല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആര് കൊടുത്താലും വയറെരിയുന്നവർക്ക് കണ്ണുനീര് വീഴാതിരിക്കാൻ അന്നം കൊടുക്കുന്നതിനേക്കാൾ വലിയ ഒരു പുണ്യമില്ല എന്നെല്ലാവരും മനസ്സിലാക്കുക. ഡിവൈഎഫ്ഐ അല്ല, ഏത് സംഘടനയായാലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനം സ്വീകരിക്കും. പിന്നെ ഇപ്പോൾ 2 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോഴേ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നാട്ടുകാർ പറഞ്ഞതാണ് 5 വർഷത്തേക്ക് ഒരുപക്ഷെ വിവിധ സംഘടനകൾക്ക് റോട്ടിലിറങ്ങി മാത്രം പ്രതിഷേധം നടത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുതെന്ന് നാട്ടുകാർ പറയുന്നതാണ്. അപ്പോൾ ഈ വയറെരിയുന്നവരുടെ ഈ മനം നിറയ്ക്കാവുന്ന ഡിവൈഎഫ്ഐയുടെ ഈ നല്ല പ്രവർത്തനത്തെ സഹായിച്ചില്ലെങ്കിലും അത് ഉപദ്രവിച്ച് നിർത്താൻ ശ്രമിക്കരുതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഡിവൈഎഫ്ഐക്കാർ മാത്രമല്ല, എല്ലാ ആളുകളും പറയുന്നത്. നന്മ എല്ലായിടത്തും വേണം. ഈ നന്മ പ്രകാശിക്കട്ടെ. ഈ നന്മ മുടക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഡിവൈഎഫ്ഐയുടെ പെരിന്തൽമണ്ണ മേഖല
ഭാരവാഹികൾ, അതായത് ജില്ലാ സെക്രട്ടറി ശ്യാം, അതുകൂടാതെ ഡിവൈഎഫ്ഐയുടെ മേഖലാ ഭാരവാഹികൾ ഷിജിൽ, ഷാഹിദ്, അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഈ പെരിന്തൽമണ്ണയിലെ ജില്ലാ ആശുപത്രിയിൽ ഈ പാവങ്ങൾ, അതായത് രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ഈ പൊതിച്ചോറ് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഓരോ ദിവസം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നൂറുകണക്കിന് രോഗികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ വയറെഴുന്നവരുടെ മിഴി നനയാതിരിക്കാൻ വർഷങ്ങളായി ഡിവൈഎഫ്ഐ നടത്തി വരുന്ന ഒരു നന്മയിൽ ഊന്നിയ ഒരു പ്രവർത്തനമാണ് കേരളമെമ്പാടുമുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കരുതെന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും അതുകൂടാതെ നാട്ടുകാരും എല്ലാവരും പറയുന്നത്. അതോടൊപ്പം ഡിവൈഎഫ്ഐ ഭാരവാഹികളും അത് തന്നെയാണ് പറയുന്നത്. ഈ നന്മയുള്ള പ്രവർത്തനത്തെ എല്ലാ സംഘടനകളും ഇത്തരം നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തോളൂ. ഇത്തരം നന്മയുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ട് സങ്കുചിത രാഷ്ട്രീയം മനോഭാവം ആർക്കും ഉണ്ടാകരുത്. UDF സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം, ഏതായാലും കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ സംഭവം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം നന്മകളെ തടയാതിരിക്കുക, ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഇത്തരം നന്മകൾക്ക് തടസ്സം ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTEയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, CAD കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നു തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പുളശ്ശേരി.